പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം ഉന്നയിച്ച ആറന്മുള സ്വദേശി വത്സലയുടെ വീട്ടിലെത്തി അബിൻ വർക്കി MLA സംഭവം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് MLA പറഞ്ഞു. DMIയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അബിൻ വർക്കി പറഞ്ഞു. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജോ, പറയൂ, MLA സന്ദർശനം പൂർത്തിയാക്കി പോയോ? അതില്ല, എന്തായാലും ആറന്മുള MLA അബിൻ വർക്കി ആറന്മുളയിലുള്ള കോഴഞ്ചേരി ആശുപത്രിയിൽ നിന്ന് ചികിത്സാ പിഴവിന്റെ ഇരയായിട്ടുള്ള വത്സലയെ നേരിൽ വന്ന് കണ്ട് ആശ്വസിച്ചാണ് ആ വീട്ടിൽ നിന്ന് മടങ്ങിയിട്ടുള്ളത്. ഈ സംഭവം ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ആരോഗ്യമന്ത്രി K മുരളീധരന്റെ ശ്രദ്ധയിൽ താൻ നേരിട്ട് പോയി അറിയിച്ചിട്ടുണ്ട്. മന്ത്രി ഇക്കാര്യത്തിനകത്ത് ഗൗരവപൂർവ്വം ഇടപെടാമെന്ന് അറിയിച്ചതായിട്ടും MLA അബിൻ വർക്കി വത്സലനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 10 മാസം 23-ാം തീയതിയാണ് വത്സലയ്ക്ക് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുത്തിവയ്പ്പിനിടെ ശരീരത്തിനുള്ളിലേക്ക് ഈ സൂചി കുടുങ്ങിയത്. അത് തിരിച്ചറിയുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ എക്സ്റേയിലാണ്. ആ സംഭവം ആശുപത്രിയുടെ പിഴവാണ് എന്ന് കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. അത് വാർത്തയാവുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിൽ ഇന്നലെ തന്നെ DMO ഇടപെടുകയും ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമെന്നൊക്കെ അറിയിച്ചതാണ്. അതിന് പിന്നാലെയാണ് MLA അബിൻ വർക്കി വത്സലയുടെ വീട്ടിൽ നേരിട്ടെത്തി സന്ദർശനം നടത്തി വത്സലയ്ക്ക് ഒരു ആശ്വാസമാകുന്ന വാക്കുകളൊക്കെ ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. ഇത് ചികിത്സാ പിഴവാണ് എന്ന് അന്വേഷണത്തിലൂടെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ വത്സലയ്ക്ക് സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം അടക്കം നൽകുന്ന കാര്യങ്ങൾ ആലോചിക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടി അബിൻ വർക്കി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ നടത്തി വത്സലയുടെ ശരീരത്തിൽ നിന്ന് കുടുങ്ങിയ സൂചിയുടെ ഒരു ഭാഗം മാത്രമാണ് പുറത്തെടുത്തത്. ബാക്കി ഇപ്പോഴും വത്സലയുടെ ശരീരത്തിൽ തുടരുകയാണ്. ആ സംഭവത്തിൽ ഒരു വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ ആരോഗ്യ വകുപ്പും അതല്ല എങ്കിൽ സർക്കാരും മറ്റെന്തെങ്കിലും തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്യുകയുള്ളൂ. ശരി, ഏതാണ്ട് ഒരു വർഷത്തോളമായി ശരീരത്തിൽ സൂചി കുടുങ്ങി എന്നതായിരുന്നു വത്സലയുടെ പരാതി. എന്നാൽ അത് ആശുപത്രിയിൽ നിന്നല്ല എന്ന വിശദീകരണം ആണോ എന്നതിൽ ഉറപ്പില്ല എന്ന വിശദീകരണമാണ് ആശുപത്രി അധികൃതർ നൽകിയത്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.